ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. 2024 ഡിസംബറിലെ എക്സാമിന് ആർക്കൊക്കെ അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഏത് അസൈൻമെൻ്റാണ് എഴുതേണ്ടത്, അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എപ്പോഴാണ് എക്സാം ഉണ്ടാവുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നത്. ആദ്യമായിട്ട് ആർക്കൊക്കെ നമ്മുടെ ഡിസംബർ 2024 എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ അഡ്മിഷനായിട്ടുള്ള, അതായത് ജാനുവരി 2024 സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ UG PGക്കാർക്കും, അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്തവർക്കും, അതിനു മുമ്പുള്ള വർഷങ്ങളിൽ വാലിഡിറ്റി കഴിയാത്ത, അതായത് കോഴ്സ് പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ കഴിയാത്ത എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഡിസംബർ 2024 എക്സാം എന്ന് പറയുന്നത്. ഇനി പുതുതായി ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്തവർക്കുള്ള അസൈൻമെൻറ്റ് പേപ്പർ ഏത് എഴുതണം, അവർ ഏത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അവർക്ക് വാലിഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അത് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുകൂടി നമുക്ക് നോക്കാം. ജാനുവരിക്ക് മുമ്പ്, അതായത് ജാനുവരി 2024 മുമ്പ് അഡ്മിഷൻ എടുത്തവർ ചില ആൾക്കാർ അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. അല്ലാത്തവർക്ക് ഈ ഒരു ഡിസംബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ജാനുവരിക്കാർക്കും കൂടി വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ എഴുതേണ്ടത്. അവർ അഡ്മിഷൻ എടുത്ത ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അവർ എഴുതേണ്ടത്. ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യും നോക്കാം. ആദ്യം തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ അവിടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ 3 ലൈന് കാണും. അതിൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് എന്നുണ്ടാവും. അതിൽ സ്റ്റുഡൻറ്റ് സോൺ എടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് ഉണ്ടാവുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ നമുക്ക് വേണ്ട അസൈൻമെൻറ്റ് എന്നുള്ള ഒരു ഭാഗം കാണാം. ആ ഒരു അസൈൻമെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടൈം വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലിങ്ക് നമുക്ക് വരും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് വരിക. ഇതിൽ നമുക്ക് കാണാം മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം, PG ഡിപ്ലോമ പ്രോഗ്രാംസ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ എടുക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ വരും. ഇതിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അസൈൻമെൻറ്റിൻ്റെ ലിങ്കുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ UG പ്രോഗ്രാമിൻ്റെയും ബാക്കി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിൻ്റെ ഒക്കെ അസൈൻമെൻറ്റ് ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് വേണ്ട സബ്ജക്റ്റ് ഏതാണ്, നമ്മുടെ പ്രോഗ്രാം ഏതാണോ എന്നൊന്ന് വായിച്ച് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുകയാണ്. അതായത് MA സൈക്കോളജി എന്നുള്ള ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് വരിക. MA ഇൻ സൈക്കോളജി. അവിടെ ഫസ്റ്റായിട്ട് ജൂലൈ 2023 ഓർ ജാനുവരി 2024 എന്ന് കാണാം. അതുപോലെ തന്നെ വേറെ 2 അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി കാണാം. നമുക്ക് ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ജൂലൈ 2023 ജാനുവരി 2024 ബാച്ചിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ജൂലൈയിൽ അഡ്മിഷൻ എടുത്തവർക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും, അതുപോലെ തന്നെ ജാനുവരി 2024 അഡ്മിഷൻ എടുത്തവർക്കുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ജൂലൈയിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്തവർക്കും, അല്ലെങ്കിൽ ജാനുവരി 2024 ഫ്രഷ് അഡ്മിഷൻ എടുത്തവർക്കോ, അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഈ 2 വർഷത്തിൽ, അതായത് ജൂലൈ ടൈമിലോ അല്ലെങ്കിൽ ജാനുവരി ടൈമിലോ റീ രജിസ്ട്രേഷൻ ചെയ്തവർക്കുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാലിഡ് ആയിട്ടുള്ളത്. ഇനി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ വരും. അതിൽ നമ്മുടെ വാലിഡിറ്റി, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷന് എപ്പോഴാണ് വരുന്നത് എന്ന് കാണാം. അതായത് ജൂലൈ സെഷനിലാണെങ്കിൽ 31 മാർച്ച് 2024 അത് കഴിഞ്ഞു പോയി. ഇപ്പോൾ നമ്മുടെ ജാനുവരി സെഷനിലെ കുട്ടികൾക്കാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13 സെപ്റ്റംബർ 2024 അവരുടെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ 2024 ഡിസംബറിലെ എക്സാം ഫോം എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ ഏകദേശം ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാം ഫോം ഫില്ല് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു ടൈം നിങ്ങൾ ഏതൊക്കെ എക്സാമുകൾ എഴുതുന്നുണ്ടോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്